ഈ ഓഷ്യൻ തീം മിറർ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഇതുപോലൊരു മിററും പിന്നെ സീഷെൽസും ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. നമ്മുടെ ക്രാഫ്റ്റിലേക്ക് ഈ സീഷെൽസ് വരുമ്പോഴാണ് ഓഷ്യൻ തീമിന്റെ റിയൽ ടച്ച് വരുന്നത്. ആദ്യം നമ്മൾ മിററിനെക്കാളും കുറച്ച് വലിയ സൈസിൽ ഞാൻ 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മുടെ മിറർ ഇതുപോലെ വെച്ചിട്ട് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് എക്സ്ട്രാ വിഡ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നല്ല സ്ട്രോങ് ആയിരിക്കാനാണ് നമ്മൾ 2 കാർഡ്ബോർഡ് പീസിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അത് ഒട്ടിച്ചിട്ട് അതിന്റെ മേലെ മിറർ വെക്കുമ്പോൾ മിറർ നല്ല സ്ട്രോങ് ആയിരിക്കും. B700 എന്ന് പറഞ്ഞ ഗമ്മാണ് ഞാനിവിടെ ഇത് ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഗമ്മ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ നോർമൽ ഫെവിക്കോളും യൂസ് ചെയ്യാം. പക്ഷെ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചധികം ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് നന്നായിട്ട് ഉണങ്ങാനായിട്ട്. ഇനി ഇതിന് ഇച്ചിരി കൂടി ഒന്ന് സ്ട്രോങ് ആക്കാനും ഇതിന്റെ സർഫേസ് ഒക്കെ നല്ല ഫ്ലോലെസ് ആക്കാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ന്യൂസ് പേപ്പറും പിന്നെ ഫെവിക്കോളും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതും ഒരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇത് ഉപയോഗിച്ച് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. സോ നമ്മുടെ ബേസ് കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമേലെ മിറർ ഒട്ടിക്കാം. മാത്രമല്ല ഞാൻ മിറർ ഒട്ടിക്കുന്ന ഭാഗം ഞാൻ പേപ്പർ കൊണ്ട് കവർ ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിറർ പേപ്പർ ഒട്ടിച്ചിട്ട് അതിന്റെ മേലെ മിറർ സ്റ്റിക്ക് ചെയ്യുന്നതിനേക്കാളും ഡയറക്റ്റ് കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി സ്ട്രോങ് ആയി നിൽക്കാന്ന് എനിക്ക് തോന്നി. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ മിററിനെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിറർ വെക്കാനുള്ള ഏരിയ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് അത്രയും സ്പേസ് കിട്ടുകയും ചെയ്യും. അവിടെ നമുക്ക് വൃത്തിയായിട്ട് ഓഷ്യൻ തീം ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മുടെ പരിപാടി പെയിന്റിംഗ് ആണ്. ഞാൻ വൈറ്റ് അക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മേലെയും താഴെയായിട്ട് ഇത് പേപ്പർ ഒട്ടിച്ച ഭാഗത്ത് മുകളിലും താഴെയുമായിട്ട് വൃത്തിയായിട്ട് പെയിന്റ് ചെയ്തെടുക്കാം. പെയിന്റ് ചെയ്ത് മൊത്തത്തിൽ അതിനെ കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വശം നല്ല വൃത്തിക്ക് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിറർ ഒട്ടിച്ചു കൊടുക്കാം. ആൻഡ് ഇവിടെ ഇതാ നമുക്ക് മിറർ ഒട്ടിച്ചു കൊടുക്കാൻ ഫെവിക്കോളിനേക്കാളും ബെറ്റർ ഈ ഒരു ഗം തന്നെയായിരിക്കും. കാരണം ഫെവിക്കോൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റിക്കി ആവില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കാരണം ഇത് മെറ്റൽ അല്ലേ മിറർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഗം ഇല്ലെങ്കിൽ നമ്മുടെ 5 രൂപയുടെ ഫെവിക്വിക്ക് ഇല്ലേ അതായാലും മതിയാവും കേട്ടോ. അപ്പം നമ്മുടെ മിറർ ഇതാ കൃത്യമായിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വൃത്തിയിൽ ചെയ്യാം, മെല്ലെ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ തിരമാലയും മണലും ഒക്കെ എങ്ങനെയാ കൊടുത്തതെന്ന് നോക്കിയാലോ. മണലിന്റെ ആ ഒരു ടെക്സ്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഒറിജിനൽ മണൽ തന്നെ എടുത്തിട്ട് ഫെവിക്കോളുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. കളറിന് വേണ്ടി ഞാൻ കുറച്ചൊരു ബ്രൗൺ കളർ ആഡ് ചെയ്തായിരുന്നു, പക്ഷെ അത് കുറച്ച് ഓവറായി പോയി. കളറൊന്നും ആഡ് ചെയ്യണ്ട, നോർമൽ മണലിന്റെ കളർ തന്നെ മതി. ഇനി നമ്മുടെ തിരമാലയുടെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വാൾപുട്ടിയാണ്. വാൾപുട്ടിയിൽ ലേശം ഫെവിക്കോൾ ചെയ്ത് ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ടെക്സ്ചറിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ടെക്സ്ചറിംഗിലേക്ക് കടക്കാം. ടെക്സ്ചറിംഗിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ടെക്സ്ചർ ചെയ്യുന്ന ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളിപ്പോൾ മണൽ ടെക്സ്ചർ ആണെങ്കിലും വാൾപുട്ടി ടെക്സ്ചർ ആണെങ്കിലും രണ്ടിലും നമ്മൾ ഫെവിക്കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അവിടെ സ്റ്റിക്കി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലും കൂടി ഫെവിക്കോൾ ആഡ് ചെയ്യുന്നത്. ഫെവിക്കോൾ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടെക്സ്ചർ കൊടുക്കുന്ന എല്ലാ ഭാഗത്തുമായിട്ട് ഫെവിക്കോൾ തേച്ച് കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ സാൻഡാണ് കൊടുക്കാൻ പോകുന്നത്. സാൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ഈ ഒരു ക്യാൻവാസിന്റെ എൻഡ് പോർഷൻസിൽ, അതായത് വശങ്ങളിലായിട്ടാണ് നമ്മൾ സാൻഡ് കൊടുക്കുന്നത്. സോ സാൻഡ് കൊടുക്കുന്ന ഭാഗത്താണ് ആദ്യം ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നത്, ഈ വശങ്ങളിലായിട്ട്. എന്നിട്ട് അവിടെ നമുക്ക് സാൻഡ് കൊടുക്കാം. വീഡിയോയിൽ നിങ്ങൾ വളരെ സ്പീഡായിട്ടായിരിക്കും ഇത് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടാവുക. പക്ഷെ ട്രസ്റ്റ് മീ ഗൈസ്, അത്രയും ടൈം എടുത്തിട്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്ക് അത്രയും പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ടൈം എടുത്ത് തന്നെ ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ആ സാൻഡൊക്കെ അവിടെ കൃത്യമായിട്ട് സ്റ്റിക്ക് ആവുന്നില്ല എന്നൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ മണലൊക്കെ സെറ്റ് ആയില്ലേ, ഇനി നമുക്ക് തിരമാല സെറ്റ് ചെയ്താലോ. തിരമാല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയോ ഗൈസ്, നമ്മൾ ഇത്രയും നേരം ചെയ്തിരുന്ന പണി, അതായത് മണൽ സെറ്റ് ചെയ്യലൊക്കെ വളരെ നിസ്സാരമായിരുന്നു. കാരണം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ എന്റെ മോനെ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. മണൽ ചെയ്യലൊക്കെ സിമ്പിൾ. പിന്നെ എന്റെ ആയുധത്തിന്റെ പ്രശ്നമാണെന്ന് വെച്ചിട്ട് ഞാൻ ആയുധമൊക്കെ മാറ്റി പിടിച്ചു നോക്കി, പക്ഷെ വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല. എന്നാലും നമ്മൾ തോറ്റു കൊടുക്കൂലല്ലോ, നമ്മൾ കറക്റ്റ് ചെയ്തോണ്ട് തന്നു, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോണ്ട് തന്നു. അപ്പൊ ഒക്കെ ഏകദേശം സെറ്റായി വന്നു. പിന്നെ കുറച്ച് പിൻട്രസ്റ്റ് ഒക്കെ എടുത്ത് നോക്കി, അതിൽ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഓരോ തരത്തിലാണ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കലാണ്. കാരണം തിരമാല എന്ന് പറയുന്നത് പലതും പല ടൈപ്പാണല്ലോ, എല്ലാ തിരമാലയും ഒരുപോലെ ഒന്നുമില്ലല്ലോ. നമ്മളൊരു ക്രിയേറ്റിവിറ്റിയിൽ അനുസരിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ചെയ്തെടുക്കുക.
അപ്പോൾ തിരമാലയും മണലൊക്കെ സെറ്റായില്ലേ, ഇനി നമുക്ക് നമ്മുടെ സീഷൽസ് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ സീൻ ഗമ്മ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലോ. ശരിക്കും ഈ സീഷൽസ് ഒട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ആ റിയൽ വൈബ് വന്നത്. കടൽ കാണുന്ന പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു സീഷൽസും തിരമാലയും മണലും ഒക്കെ വന്നപ്പോൾ ശരിക്കും നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ഒരു സീഷൽസ് കളക്ട് ചെയ്തത് ഒരു 5-6 മാസം മുമ്പേ ആണ്. ഒരു ബീച്ചിൽ പോയപ്പം അവിടുന്ന് കളക്ട് ചെയ്തത്. അപ്പോഴേ ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു മിറർ വാങ്ങുന്നു, അതിൻ്റെ സൈഡിൽ ജസ്റ്റ് സീഷൽസ് മാത്രം അറേഞ്ച് ചെയ്യുന്നു റാൻഡമായിട്ട്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മൈൻഡിലൊരു ഐഡിയ. പക്ഷെ ഇതിങ്ങനെ വെച്ച് ഇത്രയും ദിവസമായിട്ടും ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കൂടി ഒരു മണലും തിരമാലയൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ എൻ്റെ മൈൻഡിലേക്ക് വന്നത്. ഈ ഷെൽസ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് പേൾസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് കുറച്ച് പേൾസ്, ഈ ഒരു ബ്രൗൺ കളറും പിന്നെ വൈറ്റ് കളറിൽ കുറച്ച് വലിയ പേൾസും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വർക്ക് ആൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഈ ഒരു പെയിന്റിങ്ങും കൂടി മാത്രമേ ഉള്ളൂ. പെയിന്റിങ്ങിനായിട്ട് ഞാൻ ഈ ഒരു 3 കളേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ്. ഇത് 3 യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്കൊരു തിരമാലയുടെ ഒരു കളേഴ്സ്, ഞാൻ കുറച്ച് പിൻട്രസ്റ്റിലൊക്കെ കുറച്ച് റെഫറൻസ് നോക്കിയായിരുന്നു എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ആൻഡ് അങ്ങനെ കുറേ റെഫറൻസ് ഒക്കെ നോക്കി ഫൈനലായിട്ട് എൻ്റെതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഞാനൊരു ഷെയ്ഡിങ് ആണ് നടത്തിയത്. ഞാൻ ചെയ്തതുപോലെ എക്സാക്ട് ഡിസൈനിൽ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ചെയ്തതുപോലും ഒരാളുടേതായിട്ടുള്ള എക്സാക്ട് ഡിസൈനിലല്ല. നമ്മൾ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടാണ് ഈ ഒരു ഷെയ്ഡിങ് ഒക്കെ കളറിങ് ഒക്കെ ചെയ്യേണ്ടത്. പെയിന്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഓരോരാളുടെയും ക്രിയേറ്റീവ് അനുസരിച്ചിട്ടാണ് ഓരോ പെയിന്റിങ്സ് ഉണ്ടാകുന്നത്. പെയിന്റിങ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ നമ്മുടെ ആ ടെക്സ്ചർ ആർട്ടിൽ പോലും ഓരോരാളും അവനവന്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ പെയിന്റിങ്ങും കൂടി കഴിഞ്ഞു, ഏകദേശമായി. അപ്പോഴേക്കും നമ്മുടെ വർക്ക് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് കമന്റ് മറക്കണ്ട. ആൻഡ് മറ്റു വീഡിയോസ് ഒക്കെ നോക്കി എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ഗൈസ്. ബൈ.